അസ്സലാമു അലൈക്കും. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. കൂട്ടുകാരെ, എല്ലാവർക്കും സുഖമല്ലേ? ഈ വീഡിയോയിൽ കാണുന്നത് ക്ലാസ് 2 തജ്വീദുൽ ഖുർആൻ വാർഷിക പരീക്ഷയുടെ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറാണ്. 2022 ഒറിജിനൽ ക്വസ്റ്റ്യൻ പേപ്പർ. ഈ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, എന്നെ സപ്പോർട്ട് ചെയ്യണം. ഈ വീഡിയോ കൂട്ടുകാർക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണം, നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യണം. ക്ലാസ് 2 തജ്വീദുൽ ഖുർആൻ ഫസ്റ്റ് പാർട്ടിൻ്റെയും സെക്കൻഡ് പാർട്ടിൻ്റെയും എല്ലാ പാഠങ്ങളുടെയും തദ്രീബാത്ത് മുമ്പ് തന്നെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കൂട്ടുകാർക്ക് ആ പാഠങ്ങളുടെ തദ്രീബാത്തെല്ലാം വേണമെങ്കിൽ എൻ്റെ ചാനലായ മുന്നാ ഷാഹിൽ EDU എന്നതിൽ പ്ലേലിസ്റ്റ് സെക്ഷൻ എടുക്കുക. അതിൽ ഓരോ സബ്ജക്റ്റിൻ്റെയും തന്നെ പ്ലേലിസ്റ്റ് ഉണ്ടാകും. അതിൽ ക്ലാസ് 2 തജ്വീദുൽ ഖുർആൻ ഫസ്റ്റ് പാർട്ട് അല്ലെങ്കിൽ സെക്കൻഡ് പാർട്ട് എന്ന പ്ലേലിസ്റ്റ് ടച്ച് ചെയ്യുക. ടച്ച് ചെയ്താൽ ഞാൻ അടുത്ത പാഠങ്ങളുടെ തദ്രീബാത്ത് കൂട്ടുകാർക്ക് ലഭ്യമാകും. നമുക്കിനി വീഡിയോയിലേക്ക് കിടക്കാം. ഈ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഒന്നാമത്തെ പ്രവർത്തനം കോളത്തിൽ ടിക്ക് മാർക്ക് അടയാളപ്പെടുത്തുക. ഓരോന്നിനും 3 ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ടാകും. ശരിയുത്തരത്തിൽ ടിക്ക് മാർക്ക് അടയാളപ്പെടുത്തണം. 1. ലിയർഫോൻ എന്നതിൽ നടുവിലുള്ള അക്ഷരം. ഓപ്ഷൻസ് ലാദ്, ഫാ, ഐന്. ലാദ് ഒന്നാമത്തെ അക്ഷരമാണ്, ഫാ അവസാനത്തെ അക്ഷരമാണ്. അപ്പോൾ നടുവിലുള്ള അക്ഷരം ഏതാണ്? ഐനാണ്. ശരിയുത്തരം മൂന്നാമത്തെ ഓപ്ഷൻ ഐൻ. 2. ദാലിൽ വഖഫ് ചെയ്തതിന് ഉദാഹരണം. ഓപ്ഷൻസ് ذاتിൽ വഖൂദ്, മിമ്മ ഖുലിഖ്, ഇന്നഹു അവ്വാബ്. മിമ്മ ഖുലിഖ് എന്നതിൽ ഖാഫിലാണ് വഖഫ് ചെയ്തത്. അവ്വാബ് ബായിലാണ് വഖഫ് ചെയ്തത്. ശരി ഉത്തരം ഒന്നാമത്തെ ഓപ്ഷൻ ذاتിൽ വഖൂദ്. ഇവിടെയാണ് ദാലിൽ വഖഫ് ചെയ്തത്. 3. മിൻ വറാഇഹിം എന്നതിൽ ഉച്ചരിക്കാത്ത അക്ഷരം. ഓപ്ഷൻസ് മീമ്, വാവ്, നൂൻ. മീമും വാവും നമ്മൾ ഉച്ചരിച്ചു. ഉച്ചരിക്കാത്ത അക്ഷരം നൂനാണ്. ശരിയുത്തരം നൂൻ. 4. റായിനെ നേർപ്പിച്ച് പറഞ്ഞതിന് ഉദാഹരണം, അതായത് തർക്കീഖ് ചെയ്തതിന് ഉദാഹരണം. ഓപ്ഷൻസ് ഹറുമ, ഖുരിഅ, ഖറഅ. ശരിയുത്തരം രണ്ടാമത്തെ ഓപ്ഷനാണ് ഖുരിഅ. കാരണം ആ റായിന് കസറാണ്. ബാക്കിയുള്ള 2 ഉദാഹരണങ്ങളിലും റായിന് ലൊമ്മും ഫതഹുമാണ് കൊടുത്തിരിക്കുന്നത്. അവിടെ നമ്മൾ നേർപ്പിച്ചല്ല, തടുപ്പിച്ചാണ് ഉച്ചരിച്ചത്. 5. കല്ലാബൽ റാന എന്നതിൽ ശ്വാസം വിടാതെ അല്പം അടങ്ങണം. ഓപ്ഷൻസ് കല്ല ഓതിയ ശേഷം, റാന ഓതിയ ശേഷം, ബൽ ഓതിയ ശേഷം. നമുക്ക് ഈ ക്വസ്റ്റ്യനിൽ ബൽ എന്നതിന് ശേഷം ഒരു സക്തയുടെ അടയാളമുണ്ടാകും. സീൻ എന്നൊരു അടയാളമുണ്ടല്ലോ, അത് സക്തയുടെ അടയാളമാണ്. ആ അടയാളം ശ്വാസം വിടാതെ അല്പം അടങ്ങുന്നതിൻ്റെ അടയാളമാണ്. അപ്പോൾ എവിടെയാണ് ആ അടയാളമുള്ളത്? ബൽ എന്നതിന് ശേഷമാണ് ഉള്ളത്. അപ്പോൾ ശരി ഉത്തരം മൂന്നാമത്തെ ഓപ്ഷൻ ബൽ ഓതിയ ശേഷം. 6. മുകളിൽ 3 പുള്ളിയുള്ള അക്ഷരം. ഓപ്ഷൻസ് ഖാഫ്, താ, സാ. ശരിയുത്തരം ഏതാണ്? സാ. ഖാഫിലും തായിലും 2 പുള്ളികളാണ് ഉള്ളത്. 7. ഉലൈക എന്നതിൽ നീട്ടി ഓതേണ്ട അക്ഷരം. ഓപ്ഷൻസ് ലാമ്, വാവ്, അലിഫ്. ശരിയുത്തരം ഒന്നാമത്തെ ഓപ്ഷൻ ലാമ്. 8. താഴെ കൊടുത്തതിൽ അതിനുള്ള വാക്ക്. ഓപ്ഷൻസ് നെഹ്വുൻ, ബുഅദുൻ, സഫറുൻ. നെഹ്വുൻ, സഫറുൻ. ഈ 2 ഓപ്ഷനിലും അയിനെന്ന വാക്ക് ഇല്ല. ശരിയുത്തരം രണ്ടാമത്തെ ഓപ്ഷൻ ബുഅദുൻ. 9. നൂനിനെ ഉച്ചരിക്കാതെ ഓതിയതിന് ഉദാഹരണം. ഓപ്ഷൻസ് മിൻ ഐനിൻ, അഹാനൻ, വലം യകുല്ലഹു. മിൻ ഐനിൻ, അഹാനൻ. ഈ 2 ഓപ്ഷനിലും നമ്മൾ നൂനിനെ ഉച്ചരിച്ചു. മൂന്നാമത്തെ ഓപ്ഷനിൽ നൂനിന് ശേഷം ലാം എന്ന അക്ഷരമുണ്ട്. നമുക്കറിയാം സാക്കിനായ നൂനിൻ്റെയോ തൻവീനിൻ്റെയോ ശേഷം ലാം വന്നാൽ അവിടെ വിധി ഇദ്ഗാമും ബിലാഗുന്നയാണ്. കൂട്ടുകാർ ഇനി വരും ക്ലാസ്സുകളിൽ അതിനെക്കുറിച്ച് പഠിക്കും. ശരിയുത്തരം മൂന്നാമത്തെ ഓപ്ഷൻ വലം യകുല്ലഹു. 10. കൊമരിയായ ഹർഫുകളിൽ പെട്ടതാണ്. ഓപ്ഷൻസ് താ, സാ, സീന്, ഷീന്, ഖാഫ്, ഫാ. ശരിയുത്തരം ഖാഫ്, ഫാ. ബാക്കിയുള്ള 2 ഓപ്ഷനിലും കൊടുത്തിരിക്കുന്നത് ഷംസിയായ അക്ഷരങ്ങളാണ്.
അടുത്ത പ്രവർത്തനം ചേരുംപടി ചേർക്കുക. 11 ലഖൗലുൻ ഫസ്ൽ. 12 അലൈഹ ഖുഊദ്. 13 ലഫി ജഹീം. 14 തവല്ല വകഫർ. 15 അഫ്വാജ. ഇപ്പുറത്ത് നോക്കൂ. എ അവസാന അക്ഷരം അലിഫാണ്. ബി അവസാന അക്ഷരം റാ ആണ്. സി അവസാന അക്ഷരം ലാമാണ്. ഡി അവസാന അക്ഷരം ദാലാണ്. ഈ അവസാന അക്ഷരം മീമാണ്. ഓരോന്നിനും യോജിച്ച ഉത്തരത്തിൻ്റെ ലെറ്റർ അതിന് നേരെ എഴുതണം. 11 ലഖൗലുൻ ഫസ്ൽ. ഫസ്ൽ എന്നതിൽ അവസാന അക്ഷരം ഏതാണ്? ലാമാണ്. ശരിയുത്തരം സി അവസാന അക്ഷരം ലാമാണ്. 12 അലൈഹ ഖുഊദ്. ഖുഊദ് എന്നതിൽ അവസാന അക്ഷരം ഏതാണ്? ദാലാണ്. അപ്പോൾ ശരിയുത്തരം ഏത്? ഡി അവസാന അക്ഷരം ദാലാണ്. 13 ലഫി ജഹീം. ജഹീം എന്നതിൽ അവസാന അക്ഷരം മീമാണല്ലോ. ശരിയുത്തരം ഇ അവസാന അക്ഷരം മീമാണ്. 14 തവല്ല വകഫർ. അവസാന അക്ഷരം ഏതാണ്? റാ ആണ്. ശരിയുത്തരം ബി അവസാന അക്ഷരം റാ ആണ്. 15 അഫ്വാജ. ജീവനെ നീട്ടാൻ കൊടുത്തിരിക്കുന്ന അലിഫാണ് അവസാന അക്ഷരം. ശരിയുത്തരം എ അവസാന അക്ഷരം അലിഫാണ്. സി ഡി ഇ ബി എ. അടുത്ത പ്രവർത്തനം പൂരിപ്പിക്കുക. 16 യൗമിദ്ദീൻ എന്നതിൽ ഡാഷിലാണ് വഖഫ് ചെയ്തത്. ആ വരിയിൽ പൂരിപ്പിക്കേണ്ടത് നൂൻ. യൗമിദ്ദീൻ എന്നതിൽ നൂനിലാണ് വഖഫ് ചെയ്തത്. 17 വസ്സുബ്ഹ് എന്ന് പറയുമ്പോൾ അലിഫിനെയും ഡാഷിനെയും ഉച്ചരിക്കരുത്. ആ വരിയിൽ പൂരിപ്പിക്കേണ്ടത് ലാം. വസ്സുബ്ഹ് എന്ന് പറയുമ്പോൾ അലിഫിനെയും ലാമിനെയും ഉച്ചരിക്കരുത്. 18 ലഹു തസദ്ദ എന്നതിൽ ഹാഇനെ ഡാഷ് ഓതണം. ആ വരിയിൽ പൂരിപ്പിക്കേണ്ടത് നീട്ടി. ലഹു തസദ്ദ എന്നതിൽ ഹാഇനെ നീട്ടി ഓതണം. 19 യസ് ആ എന്നതിൽ മൂന്നാമത്തെ അക്ഷരം ഡാഷ് ആണ്. യസ് ആ യാ ഒന്നാമത്തെ അക്ഷരം, സീൻ രണ്ടാമത്തെ അക്ഷരം. മൂന്നാമത്തെ അക്ഷരം ഏതാണ്? ഐനാണ്. ആ വരിയിൽ പൂരിപ്പിക്കേണ്ടത് ഐൻ. 20 ഖലഖക എന്നതിൽ ആദ്യത്തെ അക്ഷരം ഡാഷ് ആണ്. ആ വരിയിൽ പൂരിപ്പിക്കേണ്ടത് ഖാ. അടുത്ത പ്രവർത്തനം ഒറ്റ വാക്കിൽ ഉത്തരം എഴുതുക. 21 വഖദ് ഖാബ എന്നതിൽ നീട്ടി ഓതേണ്ട അക്ഷരം ഏത്? ഉത്തരം ഖാ. 22 വദ്ഖുലി ഫി ഇബാദി എന്നതിൽ എത്ര സ്ഥലത്ത് നീട്ടി ഓതണം? വദ്ഖുലി എന്നതിൽ ലാമിനെ നമ്മൾ നീട്ടി ഓതി, അത് 1. ഫി എന്നതിൽ ഫായിനെ നീട്ടി ഓതി, അത് 2. ഇബാദി എന്നതിൽ ബായിനെയും ദാലിനെയും നീട്ടി ഓതുന്നുണ്ട്, 3, 4. അങ്ങനെ മൊത്തം 4 സ്ഥലങ്ങളിൽ. ഉത്തരം 4 സ്ഥലങ്ങളിൽ. 23 ഹുബ്ബൻ ജമ്മ എന്നതിൽ ഏത് അക്ഷരത്തിലാണ് വഖഫ് ചെയ്തത്? മീമിനെ നീട്ടാൻ നമ്മൾ അലിഫ് ഉപയോഗിച്ചല്ലോ, ആ അലിഫിലാണ് നമ്മൾ വഖഫ് ചെയ്തത്. ഉത്തരം അലിഫ്. 24 അബസ എന്നതിൽ ഷംസിയായ അക്ഷരമേത്? ഐന്, ബാ. രണ്ടും ഖമരിയായ അക്ഷരങ്ങളാണ്, അപ്പോൾ ഉത്തരം സീൻ. 25 മൈ യഖ്ഷ എന്നതിൽ ഉച്ചരിക്കാത്ത അക്ഷരമേത്? ഉത്തരം നൂൻ. അടുത്ത പ്രവർത്തനം ഒറ്റ വാചകത്തിൽ ഉത്തരം എഴുതുക. 26 ഷംസിയായ അക്ഷരങ്ങളിൽ 4 എണ്ണം എഴുതുക. ഉത്തരം താ, സാല്, സാ, ദാല്. 27 അറബി അക്ഷരങ്ങളിൽ പുള്ളിയില്ലാത്ത 4 എണ്ണം എഴുതുക. ഉത്തരം സ്വാദ്, സീന്, ദാല്, ത്വാ. 28 കല്ലാ ഇദാ ദുക്കത്തിൽ അർളു ദക്കൻ ദക്കാ. ഇതിൽ എത്ര കാഫുണ്ട് എന്നാണ് ചോദിക്കുന്നത്. കല്ല എന്നതിൽ ഒരു കാഫ്, ദുക്കത്തി എന്നതിൽ രണ്ടാമത്തെ കാഫ്, ദക്കൻ മൂന്നാമത്തെ കാഫ്, ദക്ക നാലാമത്തെ കാഫ്. ഉത്തരം 4. 29 യതഗാമസൂൻ എന്നതിലുള്ള അക്ഷരങ്ങൾ
ക്രമത്തിൽ എഴുതുക. ഉത്തരം: യാ, താ, റൈന്, റൈനിനെ നീട്ടാൻ ഉപയോഗിച്ച അലിഫ്, മീമ്, സായ്, സായിനെ നീട്ടാൻ ഉപയോഗിച്ച വാവ്, അവസാനം നൂൻ. 30. വനമാലിഖു എന്നതിലെ ഖമരിയായ 4 ഹർഫുകൾ ഏതെല്ലാം? ഉത്തരം: വാവ്, മീമ്, അലിഫ്, ഖാഫ്. ഈ വീഡിയോ കൂട്ടുകാർക്ക് ഉപകാരപ്പെട്ടില്ലേ? ഇൻഷാ അല്ലാ അടുത്തൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.